നുബ്ര വാലിയിലേക്കുള്ള യാത്ര. ഇവിടുത്തെ മലകളുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ പാളികൾ പോലുള്ള പാറകളായിരിക്കും, ചില സ്ഥലങ്ങളിൽ മണ്ണും മണ്ണിനകത്ത് ഉരുളൻ കല്ലുകളായിരിക്കാം, ചില സ്ഥലങ്ങളിൽ മണ്ണായിരിക്കാം. ഈ മണ്ണും അല്ലെങ്കിൽ മണ്ണിനകത്ത് ഉരുളൻ കല്ലുമുള്ള മലകൾ പലതും ചിലപ്പോൾ കാറ്റടിക്കുമ്പോൾ തന്നെ മണ്ണ് പൊഴിഞ്ഞു വീഴുന്നതായിട്ട് കാണാനൊക്കും. ശരിക്കും BRO നല്ല രീതിയിലുള്ള റോഡ്, നല്ല ക്വാളിറ്റിയുള്ള റോഡ് പണിഞ്ഞിട്ടിരുന്നതാണ് ആർമിയുടെ മൂവ്മെൻറ്റിന് വേണ്ടി. ചൈനയുമായിട്ടുള്ള അതിർത്തി പ്രശ്നങ്ങൾ കാരണം ആർമിയുടെ മൂവ്മെൻറ്റിന് വേണ്ടി നല്ല റോഡുകൾ പണിഞ്ഞിട്ടിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ മഴ, അത് വളരെ അപൂർവമായിട്ടാണ് ലഡാക്കിൽ മഴ പെയ്യുന്നത്. ആ മഴയത്ത് പല റോഡുകളും ഒലിച്ചുപോയി. കാരണം ഈ മലകളുടെ ഒരു പ്രകൃതം എന്ന് പറയുന്നത് ഇതാണ്, മണലും ഉരുളൻ കല്ലുകളുമൊക്കെയാണ് പലയിടത്തും. ഇപ്പോൾ നോക്കിയാൽ കാണാം മണ്ണും കല്ലുകളുമാണ്. ഈ മണ്ണൊലിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് കല്ല് ഇളകിപ്പോവും, റോഡും ഇളകിപ്പോവും. അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഓരോ വർഷവും എന്തുമാത്രം കോടിക്കണക്കിന് രൂപയുടെ ചിലവാണ് എന്നും. പക്ഷേ അത് നമ്മൾ ചിലവാക്കിയേ പറ്റൂ. ഒരു ഗ്രാമം, മലകളുടെ ഇടയിൽ വരുന്ന താഴ്വരകളിലാണ് പലപ്പോഴും ഗ്രാമങ്ങൾ കാണാൻ പറ്റുന്നത്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. ഏതെങ്കിലും ഒരു നദിയുടെ കൈവഴി ഇതിലെ വഴി ഒഴുകി പോകുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ പച്ചപ്പും ഒരു ഗ്രാമവും അവിടെ ഉണ്ടായത്. ലഡാക്ക് യാത്രയുടെ കൂടുതൽ വീഡിയോകൾ കാണാനായി സൂം ഡെസ്റ്റിനി ചാനൽ സന്ദർശിക്കുക. നമുക്ക് നമ്മുടെ യാത്രയിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കാണാനൊക്കും. വൻ മലകൾ, അതിനിടയിൽ ഉള്ള താഴ്വരകളിൽ ചില സ്ഥലങ്ങളിൽ ഗ്രാമങ്ങൾ. പോകുന്നത് ഖാർത്തൂംല വഴിയാണ്. ഖാർത്തൂംല പാസ് എന്ന് പറയേണ്ട കാര്യമില്ല, ഖാർത്തൂം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ല എന്ന് പറഞ്ഞാൽ പാസ്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ട ഏകദേശം എല്ലാ ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ അല്പം ബോറിംഗ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാധാരണ 18 മുതൽ 20 മിനിറ്റൊക്കെ ഇടുന്ന വീഡിയോകൾക്ക് പകരം 12 മിനിറ്റുള്ള വീഡിയോകളായിട്ട് ഞാൻ ചുരുക്കിയിരിക്കുകയാണ്. BROയുടെ റോഡ് നിർമ്മിക്കുന്നതിനുള്ള യന്ത്രങ്ങൾ പലതും വഴിയിൽ കാണാൻ കഴിയും. പല സ്ഥലങ്ങളിലും ഇങ്ങനെ മല ഇടിഞ്ഞു പോയിരിക്കുകയാണ്. ഖാർത്തൂംല എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും ഉയരമുള്ള മോട്ടറബിൾ
റോഡാണ്. പക്ഷെ ഇപ്പോൾ അത് മാറി ഉംലിംഗ്ല പാസ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഉംലിംഗ്ല പാസും ഈ ലഡാക്കിൽ തന്നെയാണ്. ഞങ്ങൾ പക്ഷേ ഇപ്പോൾ അവിടെ പോകുന്നില്ല. നമ്മൾ നേരത്തെ കണ്ട ആ ഗ്രാമം കുറച്ചുകൂടെ ഉയരത്തിൽ നിന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മേഘത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞുകാലമാകുമ്പോൾ ഈ മലനിരകൾ മുഴുവൻ മഞ്ഞുകൊണ്ട് മൂടും. ആ സമയത്ത് ഇതിലെ വഴി വണ്ടി വിടത്തില്ല. വാഹനഗതാഗതമൊക്കെ അപ്പോൾ മതിയാക്കും. ഞങ്ങളീ വരുന്ന സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യും ലഡാക്ക്. പിന്നെ ഇവിടുത്തെ തദ്ദേശീയരായ ആൾക്കാരും പിന്നെ ആർമിയുടെയും വാഹനങ്ങളും അവർ മാത്രമേ കാണുള്ളൂ ഇവിടെ. പിന്നെ BROയും. മലയിടിച്ചിലോ അങ്ങനെ എന്തെങ്കിലും വന്ന് നമ്മൾ പെട്ടുപോയാൽ പിന്നെ ഒന്നുകിൽ ആർമി അല്ലെങ്കിൽ BRO വന്നാൽ മാത്രമേ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാനൊക്കെ ഉള്ളൂ. പലയിടത്തും ഷൂട്ടിംഗ് സ്റ്റോൺ ഉണ്ടെന്നാണ് പറയുന്നത്. കല്ലുകൾ തെറിച്ച് വരും വളരെ ശക്തിയോടുകൂടി. പാറകൾ ഒരു പാളികളായിട്ടുള്ള പാറകളുമുണ്ട്. മണ്ണിടിഞ്ഞ് പാറകൾ ഒലിച്ച് വന്ന് കിടക്കുന്ന കാഴ്ചകളാണിത്. ബുൾഡോസറുകൾ റോഡ് നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. ലഡാക്കിൻ്റെ ഒരു ദൃശ്യം, മലമുകളിൽ നിന്നുള്ള ദൃശ്യം. നമ്മൾ നേരത്തെ കണ്ട ആ ഗ്രാമം ഇപ്പോൾ ഒരുപാട് ദൂരെയായി. മുകളിലൂടെ വാഹനങ്ങൾ പോകുന്ന കാണാം. ചെറിയ അരുവി താഴെക്കൂടെ പോകുന്നു. ആ ഒരു ചെറിയ അരുവിയാണെങ്കിൽ പോലും അതിനടുത്ത് ചെറിയ തോതിലുള്ള പച്ചപ്പ് കാണപ്പെടുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ റോത്താങ് പാസ്, ഹിമാചലിൽ, അവിടുത്തെയും കാലാവസ്ഥ ഏകദേശം ഇതുപോലെയാണ്. ഒരു പുല്ല് പോലും മുളയ്ക്കില്ല. പക്ഷേ റോത്താങ് പാസിലേക്ക് പോകുന്ന വഴിയൊക്കെ അതിമനോഹരമായ പച്ചപ്പാണ്. ഇത് മറ്റൊരു മനോഹാരിതയാണ്. ഇന്ത്യയിൽ എന്തൊക്കെ തരം ഭൂപ്രകൃതികളുണ്ട് എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് ഇന്ത്യയിലാണ്.
ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശങ്ങൾ ഇന്ത്യയിലാണ്. ഏറ്റവും ഉയരം കൂടിയ മോട്ടറബിൾ റോഡ് ഇന്ത്യയിലാണ്. ഏറ്റവും മനോഹരമായ സ്ഥലം കാശ്മീർ പോലുള്ളത്, അതിൻ്റെയും കുറച്ച് ഭാഗം ഇന്ത്യയിലുണ്ട്. ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള തടാകം പാങ്കോങ് തടാകം, ആ തടാകത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗവും ഇന്ത്യയുടെ കയ്യിലാണ്. പാങ്കോങ് തടാകത്തിൻ്റെ ഭംഗിയുള്ള ഭാഗത്തിന് വേണ്ടിയാണ് ചൈന നമ്മളുമായി നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെടുന്നത്. അതിന് ഒരുപാട് ടൂറിസം സാധ്യതകളുമുണ്ട്. നമ്മൾ ഖാർത്തുംഗ്ല പാസിനോട് അടുക്കും തോറും പ്രകൃതിയുടെ ഒരു ഭാവമൊക്കെ അങ്ങ് മാറുകയാണ്. തണുപ്പ് അതിഭയങ്കരമാകുന്നു, മൂടൽമഞ്ഞ് വന്നു തുടങ്ങുന്നു. മൂടൽമഞ്ഞും മേഘവും എല്ലാം കൂടി ചേർന്നൊരു അന്തരീക്ഷമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.